ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മതി നിർത്തിയിട്ട് അങ്ങ് മേടിച്ചാലോ. പിള്ളേർ ഉറങ്ങി എന്നുള്ള ധാരണയില്ല രണ്ടുപേരൂടെ നിന്ന്. പക്ഷേ രണ്ടാമത്തെ മകന് വന്നിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എവിടെന്നെങ്കിലും ആളുകൾക്ക് വിവരം വെച്ചു. ചിത്ര നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് മരിക്കാൻ വലിയ പാടൊന്നുമില്ല, ജീവിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ശരീരം കാണുന്ന ന്യൂഡ് ഫോട്ടോസ് ആയിരിക്കുമല്ലോ, അതിന് നമ്മൾ തന്നെ ഒരു വില നിശ്ചയിക്കുക എന്നുള്ളത്. വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് ഇത്ര ഒരു ഓൾറെഡി അങ്ങ് കട്ടായി പോകും. അപ്പം അത് ഇതാക്കിയിട്ട് ഞാൻ ഇതാക്കും. എൻ്റെ പ്രൊഫഷനാണത്. കോസ്റ്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാ? ഇങ്ങനെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. സിനിമയിൽ കുറേ അപ്രോച്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹസ്ബൻഡ് ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണോ? അതെ. ഈ ഹിന്ദു മതത്തിലേക്ക് വന്നത് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു തോട്ടിലാണോ? വാർദ്ധക്കുള്ളിൽ അടങ്ങി ജീവിക്കല്ല, ഒതുക്കി ജീവിക്കുക. എന്നും എൻ്റെ വഴി സ്ട്രൈറ്റ് ആയിരുന്നു, ഇവർ രണ്ടും രണ്ട് ദിശയിലായിരുന്നു. ഒരിക്കൽ പോലും ഈ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് പോലും ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാറില്ലല്ലോ. പുള്ളിയുടെ പൈസ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ ഏത് നിമിഷം ഫോട്ടോ എത്തിയേക്കാം മുൻകൂറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴും ഒരു ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇമേജസ് വരുന്ന കാര്യം പറഞ്ഞല്ലോ സൈറ്റിലൊക്കെ. അപ്പോൾ ഇതിന് മുമ്പുള്ള, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ പേരുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇമേജസ് പോകുമ്പോൾ അവരെ ഏത് രീതിയിലാണ് സമൂഹം കാണുന്നത് എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും അങ്ങനെ ഒരു സൈറ്റ് തുടങ്ങാം അല്ലെങ്കിൽ സൈറ്റിലേക്ക് നമുക്കും കൂടെ പോവാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ അവരെ ഫാമിലീസ് നോക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർ ഫാമിലി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് ജീവിക്കുന്നത്, ഫാമിലി ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അവർ ഷൂട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് തോന്നി. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറേ റീൽസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എവിടെ പോലും ഇപ്പോൾ പിള്ളേരുടെ ചിലപ്പോൾ നമുക്ക് പ്രൈവസി എന്നുള്ള രീതിയിൽ പിള്ളേരെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഒരിക്കൽ പോലും ഈ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് പോലും കൂടെ നിൽക്കാറില്ലല്ലോ, ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാറില്ലല്ലോ. അതെ, കാരണം വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്കൂളിലെല്ലാം പോവാർ ഹസ്ബൻഡാണ്. അപ്പോൾ പുള്ളിയുടെ ഫേസ് വരണ്ട എന്ന് വിചാരിച്ചിട്ടാ. പുള്ളി ഒരാളെങ്കിലും കൊച്ചുങ്ങളെ നോക്കാമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഒരിക്കൽ പോലും അതിന് ശേഷം ഫാമിലിയിൽ നിന്ന് ആരും വിളിച്ചിട്ടേ ഇല്ലേ? വിളിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന്, അല്ലാണ്ട് അങ്ങനെ കോൾസ് ഒന്നും വരാറില്ല. ഫാമിലി ഞാൻ ചോദിച്ചത്, പാരൻസ് ആരും ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല? ഇല്ല. ഓക്കെ, ഇപ്പൊ സിനിമ അതുകൊണ്ട് ഒത്തിരി വിഷമം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ ചെറുതിലെ അവർ രണ്ടുപേരും സെപ്പറേറ്റാണ്. രണ്ടുപേർക്കും അവരുടെ ജീവിതമുണ്ട്. അതിൽ എന്നും എൻ്റെ വഴി സ്ട്രൈറ്റ് ആയിരുന്നു, ഇവർ രണ്ടും രണ്ട് ദിശയിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതിനെനിക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല. അവർ കൂടെ നിന്ന് അവരെ കൂടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ജീവിച്ച് നമ്മൾ വരികയാണെങ്കിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാവും. കാരണം പക്ഷേ എനിക്ക് അനിയത്തിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നൊരു സംഭവം, അവളെ മാത്രമാണ്. പക്ഷേ ഒരിക്കലും അവൾ എന്നിട്ട് ഇനി മിണ്ടില്ല എന്നുള്ളത് എനിക്കറിയാം, എന്നിട്ട് സംസാരിക്കില്ല എന്നുള്ളത് അറിയാം. കാരണം അവൾ ആ ഒരു കാറ്റഗറിയിൽ ജീവിക്കുന്നൊരു കുട്ടിയാണ്. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇങ്ങനെ ചെയ്യുന്നതല്ല, നോർമൽ സിനിമ ചെയ്യുന്നത് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ആ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുള്ള അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതനുസരിച്ച് ജീവിക്കുന്ന ഏകദേശം അവൾ അതനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, ഈ ഇമേജസ് പല സൈറ്റിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ അറിയാവുന്ന ആളുകൾ, ഇപ്പൊ ഫേസ് റിവീൽ ചെയ്തതിനു ശേഷം നമുക്ക് അറിയാവുന്ന സറൗണ്ടിങ്സിലുള്ള കുറെ ആളുകൾ, നമ്മുടെ പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇവരൊക്കെ കാണുമ്പോൾ ഓക്കെ ഇത് അവളല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള കൊച്ചിലെ ഒരു ചോദ്യം വരുമല്ലോ. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ ചിത്ര, നാട്ടിൽ നിന്ന് ആരും കോണ്ടാക്ട് ഇല്ല. അത് ഏറെക്കുറെ എനിക്കൊരു സമാധാനമായിട്ട് തോന്നാറുണ്ട്. കാരണം എന്തായാലും അവർ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പെയ്ഡ് ഫോട്ടോസ് അവർ കോപ്പി ചെയ്തിട്ട് വാട്സപ്പ്, ടെലഗ്രാം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ അതിനകത്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരെ കയ്യിൽ അത് എത്തിയിട്ടുണ്ടാവും. അതെ, അതാ ഞാൻ പറഞ്ഞത്, അവർ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യില്ലല്ലോ. കോണ്ടാക്ട് ഇല്ലല്ലോ. അതുകൊണ്ട്
ഓക്കെ. ഇപ്പം നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ചാണ് അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ എന്തായാലും, ഫ്രണ്ട്സിനറിയാം. അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. അതെ. അപ്പോൾ അവരുടെ കയ്യിലും ഇപ്പൊ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾ അവരുടെ ഫോണിലും ഈ ഫോട്ടോസ് എത്തും. അപ്പോൾ അവന്റെ വൈഫല്ലേ അല്ലെങ്കിൽ ഈ ആളുടെ വൈഫല്ലേ എന്നൊരു ചോദ്യം. അതെ 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 അതെ, സത്യം. അത് എനിക്കും ഹസ്ബൻഡിനും നല്ല ഫ്രണ്ട്ഷിപ്പുള്ള എൻ്റെ കൂടെ പഠിച്ച പെൺപിള്ളേർ തന്നെ ഉണ്ട്, ഒരു 4-5 പെൺപിള്ളേരുണ്ട്. അവരെ ഹസ്ബൻഡ്സിനും ഇതുപോലെ ഫോട്ടോസ് എത്തിയിട്ട് എനിക്ക് അവർ വിളിച്ചിരുന്നു. ആദ്യമേ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ ഏത് നിമിഷം ഫോട്ടോ എത്തിയേക്കാം മുൻകൂറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നിന്റെ ധൈര്യം സമ്മതിച്ചു എന്ന് മാത്രമാണ് അവർ തന്ന മറുപടി. കാരണം ആ നാട്ടിൽ ജീവിക്കുന്നവരും ഈ പറഞ്ഞ പോലെ പർദ്ദയ്ക്കുള്ളിൽ അടങ്ങി ജീവിക്കല്ല, ഒതുക്കി ജീവിക്കുക മറ്റുള്ളവർ. അങ്ങനെയാണ് ഞാൻ കണ്ട കാഴ്ചപ്പാടിൽ. ഇപ്പോൾ പിന്നെ പെൺപിള്ളേരെ കുറച്ചുകൂടെ ആക്റ്റീവായി, എല്ലാവർക്കും പഠിക്കണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ശേഷം ഒരു കല്യാണം വേണമോ എന്ന് നോക്കാം എന്നുള്ളതൊക്കെ ആയിട്ടോ ഇപ്പോൾ ഈ അടുത്തായിട്ട്. ഇപ്പം ഈ പെയ്ഡ് വീഡിയോസ് എന്ന് പറഞ്ഞല്ലോ, അപ്പം ഇതിൻ്റെ ഈ റേറ്റ് അല്ലെങ്കിൽ അതൊക്കെ കോസ്റ്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാ? നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്, അപ്പം എൻ്റെ ഈ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഈ ഇപ്പോൾ ശരീരം കാണുന്ന ന്യൂഡ് ഫോട്ടോസ് ആയിരിക്കുമല്ലോ, അതിന് നമ്മൾ തന്നെ ഒരു വില നിശ്ചയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് ഇത്ര ഒരു ഓൾറെഡി അങ്ങ് കട്ടായി പോകും. അപ്പോൾ അത് ഇതാക്കിയിട്ട് ഞാൻ ഇതാക്കുമ്പോൾ എൻ്റെ പ്രൊഫഷനാണത്. അപ്പോൾ അതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. ഓക്കെ. നമ്മൾ ബാക്കി എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് പോലെ ഒരു കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, സിനിമയിൽ കുറേ അപ്രോച്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേര് റിവീൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ. അല്ല, ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ അത് ഇല്ല, അവർക്ക് എനിക്ക് ഭാവിയിൽ എന്തായാലും അവർക്ക് മുന്നിൽ ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് വെബ് സീരീസ് ഇട്ടിട്ട് അവരൊന്ന് കാണട്ടെ. വെബ് സീരീസിന് പ്ലാനുണ്ടോ? പ്ലാനുണ്ട്. ഹസ്ബൻഡ് ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണോ? അതെ. ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പള്ളിയിൽ പോകുന്നതിന് വേറെ വിലക്കൊന്നുമില്ല? ഇല്ല, പുള്ളിക്ക് പള്ളിയിൽ പോകുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കാന്ന് പറഞ്ഞാൽ ദൈവം അല്ല പുറത്താക്കിയതല്ലല്ലോ. ഈ കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യരല്ലേ, ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച ഈ മനുഷ്യരല്ലേ പുറത്താക്കിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ഈ പൊസസീവ്നെസ്സിന്റെ ഹസ്ബൻഡിന്റെ കാര്യം പള്ളിയിൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിംസിന് മാത്രമല്ല എല്ലാവർക്കും പോവാം. ഇപ്പോൾ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ പൊസസീവ്നെസ് ഇപ്പോൾ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ട് തോന്നാറുണ്ടോ? ഗേൾ ഫ്രണ്ട്സ് ഒന്നും വരുമ്പോൾ? ഇല്ല ഇല്ല, അങ്ങനെ ഭയങ്കര ഗേൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഉള്ള കൂട്ടത്തിലല്ല ആള് ഉള്ളത് തന്നെ. എൻ്റെയും പുള്ളിയുടെ അത്രയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പുള്ള ആളുകളുണ്ട്. അതിന് എന്തിനാ പോസിറ്റീവ്നെസ് എന്നുള്ളൊരു വേർഡിൻ്റെ ആവശ്യം? ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അതിലൊക്കെ ഇപ്പോൾ ഞാനാണേലും ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ ഭയങ്കര ടെൻഷനായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളോട് എപ്പോഴും ഒരു ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക, അത്രയല്ലേ ഉള്ളൂ. ഈ ചേച്ചി ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് ആ വാക്ക് മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ്, ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എവിടെന്നെങ്കിലും ഡയറക്റ്റായിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. മെസ്സേജ് പോലും ചോദിച്ചിട്ടില്ല? ഇല്ല 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 ഇല്ല. ആളുകൾക്ക് വിവരം വെച്ചു ചിത്ര, ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഇത് എല്ലാ പ്രൊഫഷനും പോലെ ഇതൊരു പ്രൊഫഷനാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പോലും റിപ്ലൈ കൊടുക്കാതെ ഇൻസ്റ്റയ്ക്കകത്ത് പറഞ്ഞ ചേച്ചിനെ കിട്ടത്തില്ല എന്നുള്ളേ. എവിടെന്നെങ്കിലും ഈ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞല്ലോ, ഭീഷണികൾ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ ഈ കമ്മ്യൂണിറ്റിയിലെ ഒരാളാണ്? ഇല്ല 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 ഇല്ല. കാരണം പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും കണ്ടിട്ടില്ലേ, ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി വരുന്നവർക്ക് പലതരത്തിലുള്ള ഭീഷണികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല? ഇല്ല 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 ഇല്ല. അവിടുന്ന് പുറത്താക്കി നേരെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കാണും ഇവിടെ ആയിട്ട്? ഒരു 3-4 വർഷമായി ആയിട്ടുണ്ട്. ഓക്കെ.
ഇനി സിനിമയിലേക്ക് ഇല്ല എന്നുള്ളൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ സിനിമ നോക്കുന്നില്ല? സിനിമ നല്ല രീതിയിൽ വിളിക്കുകയാണെങ്കിൽ സിനിമ ചെയ്യും. ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ മലപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലത്തെ ന്യൂസുകൾ നമ്മളും കേൾക്കുമല്ലോ, ഇങ്ങനെ പെയ്ഡായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ. അപ്പം ആ സമയത്തൊക്കെ അവരോടുള്ളൊരു ഒരു ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മനോഭാവം എന്തായിരുന്നു? അവർ നെഗറ്റീവായിട്ടാണോ കണ്ടുകൊണ്ടിരുന്നത് വെച്ചേ? ആ സമയത്ത് സത്യത്തിൽ ഇങ്ങനെയുള്ളതൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അറിയത്തില്ല. പിന്നെ ഒരു കുറച്ചുകൂടെ വളർന്ന സമയത്താണ് സണ്ണി ലിയോൺ അങ്ങനെയുള്ള ആളുകളെ, പക്ഷേ അതിലൊന്നും ഒരു നെഗറ്റീവും എനിക്കെന്നല്ല, ഞങ്ങൾ ഫ്രണ്ട്സുകൾ ഒരുമിച്ച് പറയും ഈ പുള്ളിക്കാരി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അതിനെന്താ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അതായത് ഇത് ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവരൊരു ചർച്ച ഇടുമ്പോൾ ഇത് വലിയൊരു സംഭവം ആവുന്ന എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ചിത്രയോടെ സംസാരിക്കുന്ന പോലെ രണ്ടുപേര് സംസാരിക്കുമ്പോൾ അത് അവർ തിരഞ്ഞെടുത്തതല്ലേ, അവർ അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നേ പറയുള്ളൂ. ഇപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ കണ്ടേ കൂടെ പഠിച്ചിരുന്ന ആളുകളോ ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഫോട്ടോസ് കണ്ടിട്ട് കൂടെ പഠിച്ചിരുന്നവരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും. ഒരു തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ എന്നുള്ളതല്ല. പോവാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല. ഇനി ഇങ്ങനെ തന്നെ പോവാനാണ് ഇപ്പൊ ഹാപ്പിയാണ്? ഇപ്പൊ ഹാപ്പിയാണ്, ഇങ്ങനെ പോവാനാണ് താല്പര്യം. ഓക്കെ, എൻ്റെ ഫാമിലി ഞാൻ ഹാപ്പിയാണ്. ഹസ്ബൻഡിന് എന്താ ജോലി? ഹസ്ബൻഡ് റെസ്റ്റോറൻറ്റിലായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ, കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള. ഈ ഒരു ഫീൽഡിൽ വന്നതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ട് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ എന്നൊരു തോട്ട് ഉണ്ടായിട്ടില്ല? ഇല്ല, അത്രയും ചിന്തിച്ചിട്ട് തന്നെയാണ് ഇത് തിരഞ്ഞെടുത്തത്. ഞാനിപ്പോൾ ചിത്രക്ക് മുന്നിൽ ഇരിക്കുന്നതും ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ വന്നതുകൊണ്ടല്ലേ. ഓക്കെ, ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ടല്ലേ. വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഷൂട്ട് ഓവർ ആയതുകൊണ്ട് ടൈമില്ല എന്നുള്ളൂ. ഷൂട്ട് ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ തിരക്കിൽ ടൈമില്ല എന്നുള്ളൂ. യൂട്യൂബിൽ ഇപ്പോൾ എങ്ങനത്തെ വ്ളോഗ്സ്? ഫാമിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനത്തെ വ്ളോഗ്സ് ഉദ്ദേശിക്കുന്നത്? അത് എൻ്റെ ലൈഫ്. യൂട്യൂബ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിനകത്ത് ഈ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന എല്ലാ വട്ടും അതിൽ നിന്ന് മനസ്സിലാവും ഞാൻ എന്താണ്, നീളം എന്താണ് എന്നുള്ളത്. അതായത് ഇപ്പൊ ഈ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മാറ്റാൻ അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് ആളുകൾ അറിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, ഒരു ഇഷ്ടത്തിന്റെ പുറത്ത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ പുറത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞത് കാരണം ഇതിലെ നമുക്ക് ജസ്റ്റ് ഒരു റീല്, അതിനകത്ത് അഭിനയിക്കുന്നതിനും ഇതാക്കുന്നതിനും കുറച്ച് പരിധിയില്ലേ, ഒരു 1.5 മിനിറ്റ് ഏറിയാൽ. അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, ഇനി അതിൽ കൂടെ ആവാം എന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ആളുകളുടെ മനസ്സിൽ വേറൊരു ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ സണ്ണി ലിയോണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ ലൈഫ് നമ്മൾ അറിഞ്ഞപ്പോഴാണ് നമ്മൾ പലരും അവരുടെ ഫാൻസ് ആയി പോയത്. അതിന് മുമ്പ് നമുക്ക് വേറൊരു കണ്ണോടുകൂടിയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടോ ഈ? അതുപോലെ സണ്ണി ലിയോണ് ഇതുപോലെ തന്നെ അടുത്തറിഞ്ഞപ്പോഴല്ലേ അല്ലേ എല്ലാവർക്കും നമുക്കാണേലും അത് മനസ്സിലായത്. അതുപോലെ നീളനെ യൂട്യൂബിലൂടെ അവർ മനസ്സിലാക്കട്ടെ. ഓക്കെ, ഞാൻ മുൻപ് സൂയിസൈഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് ആണോ? അല്ല, ഞാനും ഹസ്ബൻഡും കൂടെ രണ്ടുപേരൂടെ. പിള്ളേരൊക്കെ ആവുന്നതിന് മുമ്പാണോ? പിള്ളേരായതിനു ശേഷം. പിള്ളേർ നമ്മളോടല്ല, നാട്ടുകാർക്കും ഈ കമ്മ്യൂണിറ്റി പ്രോബ്ലമൊക്കെ അവർക്ക് നമ്മളോടല്ലേ ഉള്ളൂ. പിള്ളേരവർ വന്ന് കൊണ്ടുപോകും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ മകനെ അമ്മയെന്ന് വിളിച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറിയതാണ് സത്യത്തിൽ. ഇപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ. അപ്പോൾ ആ ഡേയും ഇപ്പോൾ അന്ന് വന്നൊരു ദിവസവും ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു ദിവസവും കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അന്ന് നാട്ടിൽ നിന്ന് വന്നു. ഹസ്ബൻഡിന് റെസ്റ്റോറൻറ്റിലായിരുന്നു ജോലി. മലപ്പുറത്ത്? അല്ല, ആദ്യം ആൾ സൗദിയിലായിരുന്നു. അവിടുന്ന് വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒന്നിന് മാത്രമല്ല, മാറി മാറി പല റെസ്റ്റോറൻറ്റിലും നമ്മളെ, അതായത് ദൈനംദിന ചിലവ് കഴിഞ്ഞു കൂടാൻ എന്ന് തന്നെ പറയാം. പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് സ്റ്റില്ലും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താവുന്നതും നാട്ടിലോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയും ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്നത്. പിന്നെ ജോലിയിലാണെങ്കിലും ആ ജോലി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയും വന്നു. കാരണം അത് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, നാട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരൂടെ ഒരു ദിവസം
കാരണം വീട്ടിൽ വിളിച്ചിട്ട് അവരും ഉമ്മ എടുക്കും. എൻ്റെ ചേട്ടൻ്റെ ഉമ്മ കോൾ എടുത്തിരുന്നു. എൻ്റെ ഉമ്മ വിളിച്ചിട്ട് കോൾ എടുക്കാൻ ബ്ലോക്കായിരുന്നു. ഉമ്മയാണേലും ഉപ്പയാണല്ലോ കേട്ടോ. ഉപ്പാനായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല, ഉമ്മനായിട്ടാണ് കോണ്ടാക്റ്റ് ഉള്ളത്. ഉമ്മക്ക് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ഇതുപോലെ നാട്ടിലോട്ട് പോവാം, ഇനി മതി ഇത് നിർത്തിയിട്ട് നാട്ടിലോട്ട് പോവാം എന്നുള്ളൊരു ഇതിലെത്തിയപ്പോഴാണ് വിളിച്ചു നോക്കിയത്. അപ്പോൾ കോൾ എടുത്തില്ല. ഞാനും ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മതി, നിർത്തിയിട്ട് അങ്ങ് മേടിച്ചാലോ, പിള്ളേരവർ നോക്കും, എന്തായാലും പിള്ളേരവർക്ക് ഇഷ്ടമുള്ളൂ, പിള്ളേരവർ നോക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, ധൈര്യമെല്ലാം ചോർന്നോന്ന് ചോദിച്ചു. ചോർന്നതല്ല, അതാവും നല്ലതെന്ന് തോന്നുന്നു തന്നെ. നമുക്ക് ആദ്യമൊക്കെ എനിക്ക് എൻ്റെ തീരുമാനമായിരുന്നു. ആദ്യമൊക്കെ സൂയിസൈഡ് എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് എന്നൊക്കെ, എൻ്റെ നാട്ടിലൊരു 14 വയസ്സുള്ളൊരു കൊച്ച് എനിക്കൊരു 18 വയസ്സുള്ള സമയത്ത് ഇതുപോലെ സൂയിസൈഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി, ഇത്രയും ചെറിയ പ്രായത്തിൽ സൂയിസൈഡ് ചെയ്യുക, ഭ്രാന്താണോ എന്ന് വിചാരിച്ചു. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് മരിക്കാൻ വലിയ പാടൊന്നുമില്ല, സുഖമായിട്ടുള്ളൊരു സംഭവം മരിക്കാൻ. ജീവിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എല്ലാവരും സൂയിസൈഡ് തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ട്, കാരണം പിള്ളേരെ വന്ന് എടുത്തുകൊണ്ട് പോകണമല്ലോ, ആരെങ്കിലും പിള്ളേരെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അവരെടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിൽ മുന്നോട്ട് പോയത്. അങ്ങനെ പിന്നീടും കുറച്ച് സമയം ഞങ്ങൾ സംസാരിച്ചു, നമ്മൾ വന്നതും ഇവിടെ എത്തിപ്പെട്ടതും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തായതും ഈ വക കാര്യങ്ങൾ. അവർക്ക് എന്തുകൊണ്ട് വിളിച്ചിട്ടൊന്ന് ഫോൺ എടുത്തൂടെ, ഒന്ന് നമ്മളെ കാര്യം ഒന്ന് അന്വേഷിച്ചൂടെ, എന്താണ്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, തിരിച്ചു വരണോ. അന്നാണേൽ ചിത്ര പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ വിളിച്ചാൽ തിരിച്ചു പോയേനെ. പക്ഷേ ആ സമയത്ത് വിളിച്ചിരുന്നെങ്കിൽ അന്ന് ആക്ച്വലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതുപോലെയുള്ള വെബ്സൈറ്റുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പുറത്തായി ഇവിടെ വന്നു. അതെ. ഷോർട്സ്, സ്ലീവ്ലെസ്, ക്ലേവേജസ് കാണുന്ന അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. പിള്ളേർ ഉറങ്ങി എന്നുള്ള ധാരണയില്ല രണ്ടുപേരുടെ നിന്ന്. പക്ഷേ രണ്ടാമത്തെ മകനെ വന്നിട്ട് വിളിച്ചു. അപ്പോൾ ഒരു ധൈര്യം അങ്ങ് വന്നു. അവൻ വിളിച്ചപ്പോൾ എന്തിന്, ആർക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത് അല്ലേ, പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൂടെ. അതിൻ്റെ മുന്നേ എനിക്കിങ്ങനൊരു ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിൻ്റെ ഇത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഇത് തിരഞ്ഞെടുത്തോട്ടെ. അപ്പോൾ രണ്ടുപേർക്കും സത്യത്തിൽ അന്ന് നല്ല ടെൻഷനായിരുന്നു. ഇത് തിരഞ്ഞെടുത്താൽ എന്ത് പറയും, ഈ ഷോർട്സ്, ക്ലെവേജസ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടിട്ട് കണ്ട ജനങ്ങൾ എന്ത് പറയും. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ മരിക്കാൻ തീരുമാനിച്ചില്ലേ, മരിച്ചാൽ എന്ത് പറയും. ഒരു സിനിമയിൽ കയറാൻ പോയിട്ട് അവൾ ഭയങ്കര സിനിമ നടിയായിട്ട് അവൾ സൂയിസൈഡ് ചെയ്തു, എല്ലാവരെയും അവസാനം ഇത് തന്നെയാണെന്നല്ലേ പറയാം. അപ്പോൾ അതിലും ബെറ്ററായിട്ട് ഇത് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഇപ്പോൾ ഹാപ്പിയാണ്. ആ ഒരു ദിവസം ഓർക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ടെൻഷനാണ്. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ. അന്നത് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞിരുന്നില്ലേ, എല്ലാം കഴിഞ്ഞിരുന്നില്ലേ. അല്ല, ആ ഒരു മൊമെന്റിലാണോ ഇങ്ങനെ പ്രൊഫഷനിലേക്ക് പോകാൻ? അതെ, ആ ഒരു മൊമെന്റിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. എന്തായാലും ഇങ്ങനെ ആളുകൾ കാണുന്നു, എന്നാൽ പിന്നെ ഇത് തന്നെ പ്രൊഫഷൻ ആക്കാം എന്നുള്ളൊരു തോട്ടായിരുന്നു? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ നാട്ടിലോട്ട് പോകാൻ വയ്യ, ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ എന്നാണ്. ഈ മതം മാറിയ സമയത്തെ ഈ ഹിന്ദു മതത്തിലേക്ക് വന്നത് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു തോട്ടലാണോ? ഫ്രീഡം ഈ പറഞ്ഞ പോലെ മുസ്ലിംസിലും സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന ഒരിതാണ്. പക്ഷെ അതാരും സ്വീകരിക്കുന്നില്ല എന്നുള്ളൂ. അല്ല, റെസ്പെക്റ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാം. ഇപ്പോൾ വസ്ത്രധാരണയിൽ മാത്രമേ കുഴപ്പമുള്ളൂ. നമുക്ക് ജോലി ചെയ്യാം, ജോലിക്ക് പോവാം, എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണം, ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടണം എന്നുള്ളതാണ് ഒരു മുസ്ലിം കൾച്ചർ. പക്ഷെ അതാരും ചെയ്യുന്നില്ല.
എല്ലാവരും ആ ചിറകിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്താൻ നോക്കുക എന്നുള്ളത്. എത്ര സ്ത്രീകൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ മലപ്പുറത്ത് നിന്നാളോ, അവിടെയുള്ള എത്ര സ്ത്രീകൾ ഫ്യൂച്ചറിലോട്ട്, അതായത് അവരാഗ്രഹിച്ച രീതിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രയോജനം ഉണ്ടായേനെന്നറിയും. പക്ഷെ ആരും വിടില്ല. കാരണം ചിറകിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒതുക്കി കൂട്ടി പറന്നു പോയാലോ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. കാരണം പെൺപിള്ളേർ മാറി എന്നുള്ളതാണ്. കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഇത്. ഒരു 26, 27, 28, ഇപ്പോൾ 28 വരെ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ അമ്മയും അച്ഛനൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ഇപ്പോൾ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് നമ്മൾ മക്കൾ ഡോക്ടർ ആവാൻ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ പോവാറുണ്ട്. അപ്പൊ ഈ ആ ഒരു സെയിം കൈൻഡിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ മക്കൾ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്ന് ഭാവിയിൽ പറയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും അവരോട്? മക്കളെ എന്നിൽ നിന്ന് അല്ല, ഈ ഒരു പ്രൊഫഷൻ ഇപ്പൊ ചേച്ചി ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അത് ചൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് മക്കൾ പറയുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്യും? അവരുടെ ജീവിതം അവരുതല്ലേ, കുഴപ്പമില്ല. ഇല്ല, ഞാൻ എൻ്റെ രക്ഷിതാക്കളിൽ നിന്നും പഠിച്ചിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും പേരൻസ് വിട്ട് നിൽക്കരുത്. നമ്മൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്താണേലും, ഇപ്പം ഞാനെന്നല്ല ആരാണേലും, പിള്ളേരുണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരുമിച്ച് നിൽക്കുക. രണ്ടാളും രണ്ട് വഴിക്കാണേലും, മീൻസ് രണ്ട് ജോലിയാണേലും, ഇവർക്ക് ഇഷ്ടമില്ലാത്തവും ചിലപ്പോൾ ഇവർ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമില്ലാത്തവും ഇവർ ചെയ്യുന്നത്, എന്നാലും ഫാമിലി ഒരുമിച്ച് വേണം. ഓക്കെ. അല്ല, അപ്പോൾ കൊച്ചുങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്യും? ഓക്കെ, നിങ്ങളുടെ പ്രൊഫഷൻ അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്തോ എന്ന് പറയും? അത് എന്താണ് അവർക്ക് ഇഷ്ടം, ഇതാ ആവണമെന്നില്ല. ഇനി എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നാളെ ഇന്ന കുട്ടീനെ ഇഷ്ടം, അല്ലെങ്കിൽ ഹിന്ദുവിനെ, അല്ലെങ്കിൽ മുസ്ലിമിനെ, അല്ലെങ്കിൽ ക്രിസ്ത്യനെ, അതിലൊന്നും എനിക്ക് ഇതില്ല. അവരെ ഇഷ്ടമല്ലേ അവരെ ജീവിതം? കുഴപ്പമില്ല. ഇല്ല, അവരെ ജീവിതം അവരിഷ്ടമല്ലേ, അത് അവർ ചൂസ് ചെയ്യട്ടെ. നല്ല ആരെയും ഉപദ്രവിക്കാതെ, ആരും ദ്രോഹിക്കാതെ മുന്നോട്ട് പോകണം. ഈ യൂട്യൂബ് ചാനൽ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? സ്വന്തമായിട്ട് ചെയ്യണോ, PR ടീം അങ്ങനെ എന്തെങ്കിലും? PR ടീം ഉണ്ട്. പിന്നെ ഇൻസ്റ്റക്കകത്ത് മാത്രം ഞാനാണ് റിപ്ലൈ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം PR ടീമാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റയിലാണേലും യൂട്യൂബിലാണേലും. യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ നീള നമ്പ്യാർ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതുപോലെ 3-4 ഏത് ഒറിജിനൽ ഏതാ? അപ്പോൾ നീള നമ്പ്യാർ ഒഫീഷ്യൽ. അപ്പോൾ ഈ കമന്റ്സിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതൊക്കെ PR ടീമാണോ? മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാനാണ്. ബാക്കിയെല്ലാം മാനേജ് ചെയ്യുന്നത് PR ടീമാണ്. ഇനി ഒരു ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ഇൻസ്റ്റാ പേജിക്കകത്തുനിന്ന് ഞാൻ മെസ്സേജ് അയക്കാൻ തുടങ്ങിയായിരുന്നു, ഒന്ന് ഫോട്ടോഷൂട്ട് ചെയ്തു തരുമോ, എനിക്ക് നിങ്ങളൊന്ന് കൊളാബ് ചെയ്ത് തരുമോ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നെല്ലാം. അതിനൊന്നും ഒരു റിപ്ലൈ തന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് എന്നോട് പറഞ്ഞു ചെയ്യാം, ഓക്കെ എന്നാണ്. അത് എനിക്ക് ഭയങ്കര, അതും മഹാദേവൻ തമ്പിയാണ്. എന്തായാലും ഇത് എൻ്റെ ഇൻസ്റ്റക്കകത്ത് വരുന്നതാണ്. ഉടനെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞോ ഫോട്ടോഷൂട്ട്? കഴിഞ്ഞോ? ചെയ്യാൻ പോകുന്നേ ഉള്ളൂ? കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ കണ്ടു, സംസാരിച്ചു. ഇങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ തന്നെ പോകാനാണല്ലോ? അതെ, ആക്ടിങ് ആണ് പാഷൻ. അതിലേക്ക് എത്തിപ്പെടാനുള്ള അത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ഓക്കെ, വെൽക്കം.